ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1298 ദിവസമായ ഇന്ന് 2024 ഡിസംബർ മാസം 3 തീയതി ചൊവ്വാഴ്ച. 1200 ആണ്ട് വൃശ്ചിക മാസം 18 തീയതി. ഗുരുവചനങ്ങളിലൂടെ ആശ്രമത്തിൽ വിദ്വാനായും മുനിയായും ഉദാരചിത്തനായും സമസൃഷ്ടിയായും ശാന്തഗംഭീരനായും ജിതേന്ദ്രിയനായും പരോപകാരിയായും ദീനദയാലുവായും സത്യവാനായും സമർത്ഥനായും സദാചാര തൽപരനായും കർത്തവ്യങ്ങളെ ശീഘ്രം ചെയ്യുന്നവനായും മടിയില്ലാത്തവനായും ഇരിക്കുന്ന ഒരു ഗുരു ഉണ്ടായിരിക്കണം. ആ ഗുരു ആശ്രമത്തിൻ്റെ നേതൃത്വത്തെ സ്വീകരിച്ചിട്ട് ഒരു നല്ല സഭയെ ഉണ്ടാക്കണം. ഇതിൽ ആരെല്ലാം ചേരുന്നുവോ അവരെല്ലാം സഹോദര ഭാവന ഉള്ളവരായിരിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ. ശിവഗിരി മഠം എന്ന് വിവരിക്കുന്നതിൻ്റെ 2ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി 16 വർഷം കഴിഞ്ഞാണ് തൃപ്പാദങ്ങൾ ശിവഗിരിയിൽ വിശ്രമം തുടങ്ങിയത്. അതായത് 1904 ആഗസ്റ്റിൽ. വിദ്യയുടെ പ്രാധാന്യം വെളിവാക്കാൻ ശിവഗിരിയിൽ വിദ്യാദേവതയെ പ്രതിഷ്ഠിക്കാൻ 8 വർഷം കഴിയേണ്ടി വന്നു. ക്ഷേത്രങ്ങളെക്കുറിച്ച് സംസാരിക്കവേ വത്സല ശിഷ്യനായ മൂർക്കോത്ത് കുമാരനോട് തൃപ്പാദങ്ങൾ സൂചിപ്പിച്ചത് ഇങ്ങനെയാണ്: ക്ഷേത്രങ്ങളെ പഴയ സമ്പ്രദായത്തിൽ വളരെ പണം ചെലവ് ചെയ്തുണ്ടാക്കേണ്ടതില്ല. ഉത്സവത്തിനും കരിമരുന്നിനും മറ്റും പണം ചെലവഴിക്കരുത്. ക്ഷേത്രത്തിൽ ജനങ്ങൾക്ക് സുഖമായി വന്നിരിക്കാനും പ്രസംഗിക്കാനും മറ്റ് ഏർപ്പാടുകളുള്ള വിശാലമായ മുറികളാണ് വേണ്ടത്. എല്ലാ ക്ഷേത്രങ്ങളോടും വിദ്യാശാലകളും തോട്ടങ്ങളും ഉണ്ടായിരിക്കണം. കുട്ടികളെ പലതരം വ്യവസായങ്ങൾ ശീലിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുണ്ടാകേണ്ടതാണ്. ജനങ്ങളിൽ നിന്നും വഴിപാടായി കിട്ടുന്ന ധനം സാധുക്കളായ ജനങ്ങൾക്ക് തന്നെ പ്രയോജനകരമായ വിധത്തിൽ ചെലവഴിക്കുകയാണ് വേണ്ടത്. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.